കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുമ്പോൾ നയപരമായ ഇടതുമുന്നണി ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. മലയാളി വിദ്യാർത്ഥികൾക്ക് 40% സംവരണവും നിലവിലെ സാമൂഹ്യ സംവരണവും നിലനിർത്തുമെന്ന വ്യവസ്ഥ കൊണ്ട് മാത്രം ഇതിനെ ന്യായീകരിക്കാനാവുമോ എന്നതാണ് പ്രധാന ചോദ്യം. വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായ അതിതീവ്ര വിദ്യാർത്ഥി പോരാട്ടങ്ങളിലെ നായകരാണ് കേരള മന്ത്രിസഭയിലെ പ്രമുഖർ. ആ സമരത്തിന്റെ കൂടി ഉൽപ്പന്നമാണ് ഇന്നത്തെ ഇടതു സർക്കാർ. അതേ സർക്കാർ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആനയിക്കുമ്പോൾ സ്വാശ്രയ കോളേജുകൾക്കെതിരായ രക്തരൂക്ഷിത പോരാട്ടം നടത്തിയ ഘട്ടങ്ങളിൽ ഉയർന്ന പ്രധാന വാദങ്ങളും അവയ്ക്കുള്ള മറുചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അന്നുയർത്തിയ വാദം ഒന്ന്, ഉയർന്ന ഫീസ് നൽകേണ്ട ഈ സ്ഥാപനങ്ങളിൽ സാധാരണക്കാരുടെ മക്കൾക്ക് പഠനാവസരം ലഭിക്കില്ല. സ്വാശ്രയ കോളേജുകളോട് ഇടതുമുന്നണി സർക്കാരുകൾ സമരസപ്പെട്ടതോടെ തന്നെ ഈ നയത്തിൽ വെള്ളം ചേർത്തതാണ്. ഫീസിൽ സർക്കാരിന് നിയന്ത്രണമില്ലാത്ത സ്വകാര്യ സർവകലാശാലകൾ കൂടി വരുന്നതോടെ വെള്ളം ചേർക്കൽ പൂർണ്ണമാകും. അന്നുയർത്തിയ വാദം രണ്ട്, സാമൂഹ്യ സംവരണം അട്ടിമറിക്കുക വഴി സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ വിദ്യാഭ്യാസ അവസരം നിഷേധിക്കപ്പെടും. നിലവിലെ സംവരണം തുടരുമെന്ന വ്യവസ്ഥ പുതിയ ബില്ലിലുണ്ട്. എന്നാൽ സ്വകാര്യ മേഖലയിൽ സംവരണമില്ലാത്ത രാജ്യത്ത് സർക്കാർ മുതൽ മുടക്കില്ലാത്ത സ്ഥാപനത്തിൽ സംവരണം വേണമെന്ന വ്യവസ്ഥ കോടതിയിൽ നിൽക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. MA ബേബി അവതരിപ്പിച്ച സ്വാശ്രയ വിദ്യാഭ്യാസ ബില്ലിലെ വ്യവസ്ഥകൾ കോടതി തള്ളിയ അനുഭവപാഠം ഉദാഹരണമായി മുന്നിലുണ്ട്. അന്നത്തെ വാദം മൂന്ന്, വിദ്യാഭ്യാസം കച്ചവടമല്ല, സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്, അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കരുത്. വിദ്യാഭ്യാസ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരുകൾ പിന്മാറുക എന്ന കേന്ദ്ര സർക്കാർ നയം തന്നെയല്ലേ സ്വകാര്യ സർവകലാശാലകൾ എന്ന മറുചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നിലവിലെ ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾ നിലനിർത്തിയാണ് സ്വകാര്യ സർവകലാശാലകൾ എന്നാണ് ഇടതുത്തരം. എങ്കിൽ ഈ സർവകലാശാലകളുടെ നിലവാരമുയർത്തിയാൽ പോരെ, സ്വകാര്യ സർവകലാശാലകൾ എന്തിനെന്നതാണ് മറുചോദ്യം. ഒപ്പം നീറ്റിലായി സ്വാശ്രയ സമരകാലത്ത് SFI ഉയർത്തിയ തീഷ്ണ മുദ്രാവാക്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, പ്രത്യയശാസ്ത്രപരമായ വലിയ ബാധ്യതയൊന്നും ഇപ്പോഴത്തെ LDF സർക്കാർ പേറുന്നില്ല. പലപ്പോഴും വലിയ മാറ്റങ്ങൾ അവരുടെ നിലപാടുകളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് കിഫ്ബി എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങളിൽ നിന്ന് ഒരു പൈസ പിരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ആവില്ലെന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു കാലയളവിൽ തന്നെ അത് തിരിച്ച് എല്ലാ കാലത്തും ആ നിലപാട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് നമ്മൾ ഈ സ്വകാര്യ സർവകലാശാലകൾ എന്ന വലിയ ചോദ്യത്തിലേക്ക് വരുന്നത്. ഒന്ന്, ഇത്രയും വർഷങ്ങളിൽ ഇടതു പാർട്ടികൾ എടുത്തിരുന്ന നിലപാടിന് പൂർണ്ണമായും വിരുദ്ധമാണ്. ആ നിലപാട് പ്രശ്നം അവിടെ നിൽക്കട്ടെ. അപ്പോൾ പോലും സംസ്ഥാനത്തെ സർവകലാശാലകൾ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി പഠിക്കാൻ കുട്ടികളില്ല എന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരാനും വലിയ ഫീസ് കൊടുത്ത് പഠിക്കാനുമൊക്കെ എന്താണ് ഇതിനു പിന്നിലുള്ള സർക്കാരിന്റെ ഉദ്ദേശം? ഇതുകൊണ്ട് എന്ത് സർക്കാർ നേടുമെന്ന ചോദ്യം ഉയരുന്നത്. ഇതിന് ഉത്തരം പറയൽ എത്ര വലിയ ബാധ്യതയാവും, എത്ര വലിയ ഉത്തരവാദിത്വമാവും? ശ്രീജ, സ്വകാര്യ സർവകലാശാലകൾ എന്തുകൊണ്ട് കൂടുതൽ താല്പര്യത്തോടെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ പ്രധാനമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം. ഒരുപാട് പണം വായ്പയെടുത്ത് ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം ഇങ്ങനെ ഓരോ വർഷവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സർവകലാശാലകൾക്ക് സ്വകാര്യമായി തന്നെ നമ്മുടെ നാട്ടിലും പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലേക്ക് വന്നത്. അവിടെ ഒരു തരത്തിലുള്ള നിക്ഷേപവും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. അതോടൊപ്പം ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും അവർക്ക് കൈമാറുന്നുമില്ല. ഒരു സ്ഥലമൊരുക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വെന്യൂ ഒരുക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു
ഒരു ഏക സഹായം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് അംഗീകാരം നൽകണോ വേണ്ടയോ, പ്രവർത്തനത്തിന് അനുമതി നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു കൌൺസിലിനെ അടക്കം സർക്കാർ നിയോഗിക്കും. അവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന് പ്രവർത്തനം തുടങ്ങണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുക. പക്ഷേ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് ഈ പ്രവർത്തനാനുമതി നൽകുന്നതിലൂടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം, അവിടെ ഈ സംവരണം എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും, അവിടെ അത് എന്തടിസ്ഥാനത്തിലാണ് സ്വകാര്യ സർവകലാശാലകളിൽ ഇത്ര ശതമാനം സംവരണം നൽകാൻ കഴിയുമെന്ന് ഉറപ്പ് പറയുന്നത് സർക്കാർ. ഈ കാര്യത്തിലാണ് ഒരു വ്യക്തത പറയേണ്ടത്. അവിടെ കൃത്യമായി ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്ന ബില്ലിൽ 40% സംവരണം എന്നെടുത്ത് പറയുന്നുണ്ടെങ്കിലും അതിന് നിയമപരമായ സാധുത ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി വരുന്ന ചോദ്യം. സർക്കാരിനെ കുഴയ്ക്കുന്നത് CPIയുടെ പോഷക സംഘടനയായ AYF തന്നെയാണ് വലിയ പ്രതിഷേധവുമായി ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ തീർച്ചയായും നിയമസഭയിലേക്കടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ മാർച്ച് നടത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. KSU അടക്കം ഇതിനോടുള്ള ഒരു എതിർപ്പ് പരസ്യമാക്കി കഴിഞ്ഞു. SFI പക്ഷേ ഇതുവരെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇത് വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു കാര്യമായി മാറും എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അതിനെ എങ്ങനെ നേരിടുമെന്നതാണ് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളി. പക്ഷേ അപ്പോഴും സർക്കാർ ഈ ബില്ലിൽ കൃത്യമായി പറയുന്ന ഉറപ്പ് കൃത്യമായ ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് തന്നെയാണ്. അതായത് തോന്നിയപടിക്ക് അങ്ങ് പ്രവർത്തിക്കാൻ കഴിയില്ല. അവിടെ നിയന്ത്രണം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ സർവകലാശാലകളുടെ പ്രവർത്തനം നടത്തുക. സർക്കാരിനൊരു ഇന്റർവെൻഷൻ എപ്പോഴും ഉണ്ടാകുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ നടക്കുക എന്ന് എടുത്തു പറയുന്നു. അതോടൊപ്പം വിദ്യാർത്ഥി യൂണിയനുകൾക്ക് ഈ സർവകലാശാലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി ഉണ്ടായിരിക്കും. അതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. അതായത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഈ സർവകലാശാലകളിൽ ഉണ്ടാകാതിരിക്കുന്ന നടപടികൾ ആദ്യമേ തന്നെ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതെന്നും ഈ ബില്ലിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ബില്ല് അവതരിപ്പിച്ച് അത് പിന്നീട് നിയമമായി മാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ, ഇവിടെ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടാവുമോ എന്നത് കൂടിയാണ് ഇനി ഏറ്റവും അറിയേണ്ട കാര്യം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. അതിനിടയിൽ അവർ വലിയ പ്രതിസന്ധികളിലൊക്കെ ചെന്നുപെടുന്നു എന്നത് മറ്റൊരു കാര്യം.